നമ്മളൊന്ന് ഇന്ദിരാഭവനിലേക്ക് പോവുകയാണ്. അമൽ തേരമ്പറമ്പിൽ അവിടെ നിന്ന് ചേരുന്നുണ്ട്. അമൽ, രാവിലെ മുതൽ തന്നെ അമൽ പറയുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആത്മവിശ്വാസത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലഡു വിതരണത്തിനുള്ള ഒരുക്കങ്ങളുണ്ട്, പായസം വെക്കാൻ പോകുന്നു, വലിയ രീതിയിൽ പന്തലൊക്കെ ഇട്ടിട്ടുള്ളായിരുന്നു. ഈ മധുര പലഹാരങ്ങളൊക്കെ തന്നെ വിതരണം ചെയ്തിരിക്കും, വേസ്റ്റായി പോകും എന്നൊരു സംശയം പോലും അവർക്കില്ല. അത്രത്തോളം ആത്മവിശ്വാസത്തിലാണല്ലേ നേതാക്കളെല്ലാം തിരുവനന്തപുരത്തുണ്ട്. ഓരോരുത്തരും എന്താണ് പറയുന്നത്? പൂജ, ആത്മവിശ്വാസത്തിന് UDF ക്യാമ്പിൽ ഒരു കുറവുമില്ല. സർവേ ഫലം വന്നതിലും അപ്പുറത്തേക്കുള്ള ഒരു വിജയം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഇന്ദിരാഭവനിൽ കാണുന്നുണ്ട്. ഇവിടെ പന്തലൊക്കെ രാവിലെ വന്നപ്പോഴത്തെ അവസ്ഥ പോലുമല്ല, അതിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഈ നേരത്തെ ഇവിടെ ഇരുന്നൊരു ബോർഡുണ്ട്, ഇത് ഒരുപാട് പഴയ ബോർഡാണ്. അത് ഞാൻ വിചാരിക്കുന്നത് കെ മുരളീധരൻ്റെ കാലത്തും കണ്ടാണ് ഇവിടെ KPCC ഓഫീസിന് ഫ്രണ്ടിലുണ്ടായിരുന്ന ബോർഡ് വെച്ചത്. അതിനുശേഷം പിന്നീട് അത് നരച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഇപ്പോൾ എന്തായാലും പുതിയൊരു ബോർഡ് വന്നിട്ടുണ്ട്, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് കേരളം. ഇത് മാറ്റേണ്ട കാരണം എന്ന് പറയുന്നത് ഈ കേരളം, നമ്മൾ മൊത്തം കേരളമായല്ലോ, കേരള മാറ്റി. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു മാറ്റമാണ് അത്. അതോടൊപ്പം തന്നെ അകത്തെ പന്തലിൻ്റെ പണി ഏകദേശം രാവിലെ നമ്മൾ വന്നപ്പോൾ ആ പണിയൊക്കെ തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ, സാധനങ്ങളൊക്കെ വന്ന് ഇറങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്തായാലും പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നാളെ ഇവിടേക്ക് എത്തും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കണ്ടോൺമെന്റ് ഹൗസിലായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലം എന്ത് എന്നറിയാൻ കാത്തിരിക്കുക. അതോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് ആഭ്യന്തരമന്ത്രിയുമായ രമേശ് ചെന്നിത്തല, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ് തുടങ്ങിയ ആളുകളെല്ലാം ഇവിടേക്ക്, ഞാൻ ഈ നിൽക്കുന്ന പന്തലിലെത്തിയായിരിക്കും ഈ ഫലം എന്താണ് എന്നുള്ള കാര്യം അറിയുക. ആത്മവിശ്വാസത്തിന് UDF ക്യാമ്പിൽ ഒരു കുറവുമില്ല, വലിയ പ്രതീക്ഷ തന്നെ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ ഈ മന്ത്രിമാരാരെ എന്നുള്ള ചർച്ചയിലേക്ക് പോലും UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ കടന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇനി മറിച്ച് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് പൂജ ചോദിച്ചതുപോലെ ഏറ്റവും ഈ പറയുന്ന മധുരപലഹാരങ്ങളൊക്കെ വാങ്ങി വെച്ച് പായസം വെക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തതിന് ശേഷം മറിച്ചൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഒരു കൗതുകകരമായ ചോദ്യം. പക്ഷേ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയാണ് UDF ക്യാമ്പിലുള്ളത്. തെക്കൻ കേരളത്തിൽ വലിയൊരു തിരിച്ചുവരവാണ് UDF പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ല, അതോടൊപ്പം തന്നെ കൊല്ലം ജില്ല, പത്തനംതിട്ട, ആലപ്പുഴ, ഈ ജില്ലകളിൽ നിന്ന് ആകെ കഴിഞ്ഞ തവണ കൂട്ടുമ്പോൾ ഉണ്ടായിരുന്ന സീറ്റിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വെറും 4 സീറ്റുകൾ മാത്രമാണ്. കോവളത്ത് MN സീറ്റ് ജയിച്ചതും, അതോടൊപ്പം തന്നെ കരുനാഗപ്പള്ളിയിലും കുണ്ട്രയിലും PC വിശ്വനാഥും, അതോടൊപ്പം തന്നെ CR മഹേഷും ജയിച്ചതും, പിന്നീടുള്ള ഒരേ ഒരു സീറ്റ് ആലപ്പുഴത്തെ രമേശ് ചെന്നിത്തല മാത്രമായിരുന്നു. ആ ഒരു സാഹചര്യം മറികടന്നുകൊണ്ട് ഇത്തവണ മികച്ച ഒരു മുന്നേറ്റമാണ് UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ ഇതിനുള്ള ഈ നമ്മൾ രാവിലെ വന്ന സമയത്തൊക്കെ ഇവിടെ പന്തലിനുള്ള പണിയൊക്കെ തുടങ്ങിയിരിക്കുകയായിരുന്നു. സുരക്ഷിത, പന്തലിന്റെ പണിയൊക്കെ തീർന്ന്, പ്രതീക്ഷ എങ്ങനെ? നല്ല പ്രതീക്ഷയല്ലേ, ശുഭപ്രതീക്ഷ. പായസത്തിനുള്ള പരിപാടി? പായസം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെല്ലാം വളരെ ആഹ്ലാദഭരിതരായി നിൽക്കുകയല്ലേ. നാളെ ഉച്ചയോടുകൂടി കേരളത്തിലെ ജനങ്ങളുടെ സന്തോഷം എല്ലാ അർത്ഥത്തിലും പുറത്തു വരും. 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കുന്ന ഒരു നല്ല നിമിഷത്തിന് വേണ്ടി കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാതോർത്തിരിക്കുകയാണ്, അത് കാണുന്നതിന് വേണ്ടി ഇരിക്കുകയാണ്. വലിയ ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. ഇനി നമുക്ക് നോർത്തിലെ കാര്യം കൂടി വേണമെങ്കിൽ അറിയാം. കോഴിക്കോടത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. കോഴിക്കോട് നമ്മൾ 8 സീറ്റ് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ജയിക്കും, അതിൽ കൂടുതലല്ലാണ്ട് കുറയുന്ന സാഹചര്യമില്ല. കാസർഗോഡ് നമ്മൾ 3 സീറ്റുകൾ ഉറപ്പായിട്ട് ജയിക്കും. കണ്ണൂർ നമ്മൾ 4 സീറ്റ് ഏറ്റവും ഉറപ്പായിട്ട് ജയിക്കും. 5ഉം 6ഉമായി വരും എന്നാണ് കണക്കൂട്ടുന്നത്. വയനാട്ടിലെ 3 സീറ്റും നമ്മൾ നിലനിർത്തും. മലപ്പുറത്താണെങ്കിൽ നമ്മൾ ഒറ്റ സീറ്റ് പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ഉള്ളത്. പാലക്കാടാണെങ്കിൽ 6 സീറ്റ് നമ്മൾ ജയിക്കും. അതുപോലെ തൃശ്ശൂർ കഴിഞ്ഞ തവണ നമുക്ക് ഏറ്റവും സെറ്റ് ബാക്ക് ഉണ്ടായ ഒരു ജില്ലയാണ്. തൃശ്ശൂർ 6 സീറ്റ് ഞങ്ങളുടെ കയ്യിൽ ഇത്തവണ സുരക്ഷിതമായിരിക്കും. അങ്ങനെ വരുമ്പോൾ 84 സീറ്റ് UDF ഏറ്റവും ഉറപ്പായും ജയിക്കുന്ന സീറ്റ്. എന്നാൽ സാധ്യതയുള്ള സീറ്റുകൾ കൂട്ടുമ്പോൾ 97 സീറ്റ് വരെ വർദ്ധിക്കാനുള്ള സാധ്യതയാണ്. അതാണ്, അതായത് ജില്ല എണ്ണി സീറ്റ് എണ്ണിയുള്ള കണക്കാണ് PM നിയാസിന്റെ വക ഉള്ള കണക്ക്. കോഴിക്കോട് നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, മത്സരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു നേതാവാണ്. അപ്പോൾ കാര്യങ്ങൾ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത് വളരെ വലുതാണ്. രാവിലെ തന്നെ VD സതീശൻ മാധ്യമങ്ങളുടെ നമ്മൾ ചോദ്യങ്ങളൊക്കെ കുറെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും പറഞ്ഞത് നാളെ പറയാം, എല്ലാം നാളെ പറയാം എന്നുള്ളതാണ്. അങ്ങനെ വലിയ ആത്മവിശ്വാസമാണ്. ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരുക്കമൊക്കെ ഞങ്ങളുടെ ജയം ഉറപ്പിച്ചതിന്റെ ആണ് എന്നുകൂടി പറയുകയാണ്. അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് നാളത്തെ ദിവസമാണ്. അങ്ങനെ വലിയ പ്രതീക്ഷ UDF പങ്കുവെക്കുന്നു. തുടർഭരണം ഉണ്ടാകുമെന്ന് LDF ഉറപ്പു പറയുന്നു. അവർ ആ വിധത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അക്കൗണ്ടുകൾ തുറക്കുമെന്ന് NDA ഒക്കെ പറയുന്നു. ഇതിനെല്ലാം തന്നെ ജനങ്ങൾ എന്താണ് ഉത്തരം നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് നാളെ അറിയാം. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജനവിധി അറിയാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ 8 മണിക്കായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ആരംഭിച്ചാൽ പൂർത്തിയാകുന്നവരെ ഒരു ഇടവേളയും ഉണ്ടാകില്ല. എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെ മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കും.